കിട്ടിയോ? മഴ പെയ്തു കോവളത്ത്. ഇതാണ് കേട്ടോ നമ്മുടെ എറണാകുളത്ത് നമ്മൾ വന്ന് നിൽക്കുന്ന. ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് വിഴിഞ്ഞത്താണ് കേട്ടോ. നമ്മുടെ തിരുവനന്തപുരത്തുള്ള അടുത്തൊരു അടിപൊളി ലൊക്കേഷനാണ് വിഴിഞ്ഞ ഹാർബർ. ഇപ്പോൾ അത്യാവശ്യം ഫേമസ് ആയിട്ട് ഇതിൻ്റെ പണിയൊക്കെ കാര്യമായിട്ട് നടക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ളൊരു പ്ലേസാണ് കേട്ടോ. നല്ല ഡെപ്തുള്ളൊരു സീ ആണ് ഇവിടെ. അതുകൊണ്ടാവും കേട്ടോ ഇവിടെ ഹാർബർ അവർ സെറ്റ് ചെയ്യണത്. എന്തായാലും ബോട്ടൊക്കെ വരുമ്പോൾ അത്യാവശ്യം ഡെപ്ത് വേണമല്ലോ, മേ ബി അതുകൊണ്ടായിരിക്കും. ഇവിടെയാണ് ഈ കൺസ്ട്രക്ഷൻ നടക്കുന്നത്. നമുക്കിപ്പോൾ അങ്ങോട്ടൊന്നും ആക്സസ് ഇല്ല. ഒത്തിരി ലോങ് അങ്ങോട്ട് നമുക്ക് കാണാം ആ കൺസ്ട്രക്ഷൻ നടക്കുന്ന സ്ഥലം. അവിടോട്ടൊന്നും നമുക്ക് പോകാൻ പറ്റില്ല. പക്ഷെ നല്ല രസമുണ്ടല്ലോ ഇവിടെ നിന്ന് ഈ കാഴ്ച കാണാൻ. ഈ ഒരു അറ്റം മുതൽ അറ്റം വരെ കടൽ അങ്ങനെ കിടക്കുവാണ് കേട്ടോ. എൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഫിഷിംഗ് ബോട്ട്സൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഈ പണി നടക്കുന്ന കാരണം എല്ലാം ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. അത് കണ്ടോ എന്ത് ഹെവി ആയിട്ടാണ് തിരമാലകൾ എന്നറിയോ? ഭയങ്കര ഹെവി ആയിട്ടാണ്. മറ്റേ കടൽ ഭിത്തികളൊക്കെ ഇട്ടിട്ടുണ്ട്. അത്രയും ഹെവി ആയിട്ടാണ് അതിൻ്റെ തിരമാലകൾ വരുന്നത്. അതുകൊണ്ടേ ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, അപ്പുറത്ത് നമുക്ക് ഫിഷിംഗ് ബോട്ട്സൊക്കെ കാണാമെന്ന്. നല്ല രസമുണ്ടല്ലേ ബ്ലൂ കളറിൽ ഇങ്ങനെ നിറച്ച് ഇത് കാണാനായിട്ട്. പിന്നെ അതെ ഇങ്ങേ സൈഡിൽ നമുക്കത് അങ്ങ് ലോങ് നമുക്ക് നമ്മുടെ ലൈറ്റ് ഹൗസ് കാണാം കേട്ടോ. നമ്മൾ വിഴിഞ്ഞ ഹാർബർ കണ്ടിട്ട് നമ്മൾ വന്നിരിക്കുന്നത് മറൈൻ റിസർച്ച് അക്വറി, മറൈൻ അക്വറിയാണ്. സ്റ്റിൽ ഫോട്ടോഗ്രാഫി ക്യാമറയ്ക്ക് 10 രൂപ, മെയിൻ ക്യാമറയ്ക്ക് 25 രൂപയാണ് കാണിച്ചിരിക്കുന്നത്. ടിക്കറ്റ് ഒരാൾക്ക് 20 രൂപ. ടിക്കറ്റ് സ്പോൺസർ ചെയ്യുന്ന സുധിയേട്ടൻ. ഓക്കെ ഇതേട്ടാ ചാടി നടക്കുന്നിട്ട് നമുക്ക് ലൈറ്റ് ഹൗസ് പോകാൻ ഇരുട്ടാണിന് മുന്നേ. നമ്മൾ അക്വേറിയത്തിൻ്റെ ഉള്ളിൽ കയറുക കേട്ടോ. ഞാൻ അവിടെ പോയിട്ട് നമുക്ക് മീനുകളെയൊക്കെ കാണാം. ഇതാണ് ലോബ്സ്റ്റർ കേട്ടോ. ഇങ്ങനെ കഴിക്കാൻ സുധിയേട്ടാ. ഇത് രണ്ടെണ്ണം കിട്ടണേ മാളെടുത്തോ, നമുക്ക് അകത്തോടത്ത് കൊണ്ടുവിടാം. നല്ല രസമില്ലേ നമുക്ക്? മോനി കണ്ണു കൊണ്ടിട്ട് പോകും. ഫോട്ടോ ശരിക്കും ലൈബ്രറിയുടെ ഉള്ളിലൊക്കെ ഇതേപോലത്തെ അതിന് പേടിയില്ല. അതല്ല നോക്ക് എല്ലാം കൂടെ അട്ടി പിടിച്ചിട്ട് നോക്കില് അങ്ങനെ അട്ടിയിട്ട് അവരെ കിടക്കണില്ലേ? ഡൊണാൾഡോ ഇപ്പൊ തുറക്കും വായ ചിലപ്പോ. എവിടെ എന്ത് തരം മീനെ നോക്കൂ വീട്ടിൽ? മീനെ തിന്നില്ല.
നമ്മുടെ മറൈനക്വേറിയത്തിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ അവിടെ നിന്ന് നേരെ നമ്മുടെ കോവളം ബീച്ചിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. ശരിക്കും ഇൻ്റർനാഷണൽ ബീച്ച് എന്നാണ് കോവളം ബീച്ചിനെ പറയണത്. ഞങ്ങൾ ചെന്നപ്പോൾ നല്ല കാര്യമായിട്ട് ക്ലൗഡ്സൊക്കെ നിൽക്കുന്നുണ്ട്. ഒരു കുഞ്ഞു മഴ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതാണ് നമ്മുടെ ബീച്ചിൻ്റെ വ്യൂ കേട്ടോ. നല്ല തിരക്കുണ്ട്, നിറയെ ആൾക്കാരുണ്ട് കേട്ടോ ബീച്ചിൽ. അവിടെ നിന്ന് അങ്ങനെ ബീച്ചിൻ്റെ കാഴ്ചകൾ കണ്ട് ഞങ്ങളിങ്ങനെ നടക്കുകയാണ് കേട്ടോ. കടൽ ഭയങ്കര ശോഭത്തിലാന്ന് തോന്നുന്നു കണ്ടിട്ട്. നമ്മളിവിടെ എത്തിയപ്പോൾ വെയിലൊന്നുമില്ല കേട്ടോ. നല്ല സെറ്റപ്പ് ടൈമാണ്. മഴ പെയ്യേണ്ടിരുന്നാൽ മതി. ഷോപ്സ് എന്താണ് ഒരു തെങ്ങാണ്ട് നിർത്തിക്കണ നോക്കി. ഇന്നസെന്റ് പറഞ്ഞ പോലെ ഇത് തേങ്ങയൊക്കെ എൻ്റെ തലയ്ക്ക് പോകണം കേട്ടോ പറഞ്ഞ പോലെ. മഴ പെയ്തു, മഴ പെയ്തു, കോവളത്ത് മഴ പെയ്തു. ഞങ്ങൾക്ക് കറക്റ്റ് സമയത്തൊരു ഗ്യാപ്പ് ഇട്ടുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. അങ്ങനെ ബീച്ച് വഴി അങ്ങോട്ട് നടന്ന് നേരെ ലൈറ്റ് ഹൗസിൽ പോകണമെന്നായിരുന്നു പ്ലാൻ. പക്ഷെ മഴ ചത്തി പോയി. അപ്പോൾ തൽക്കാലം അവർ കയറി നിന്നിട്ട് ഇനി റിട്ടേൺ അവിടെ ചെറിയൊരു ദ്വീപ് പോലൊരു സ്ഥലമുണ്ട് അതിനകത്ത്. അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള പരിപാടിയിൽ നേരെ ഞങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് തിരിഞ്ഞ് നടക്കുകയാണ് കേട്ടോ. മഴ പെയ്തപ്പോൾ ഒരു മനുഷ്യനുണ്ടായിരുന്നില്ല കേട്ടോ. അതെ, മഴ പെയ്ത് തോർന്നപ്പോൾ വീണ്ടും നിറഞ്ഞു ബീച്ച് മൊത്തം ആൾക്കാരെ കൊണ്ട്. നമ്മൾ നൈസായിട്ടൊരു ഐസ്ക്രീമൊക്കെ മേടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു വ്യൂ അല്ലേ നോക്കിയേ. സൂര്യൻ അസ്തമിക്കാനാവാനായിട്ട് ഇവിടെ പട്ടങ്ങളൊക്കെ പറക്കുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് നല്ല തിരക്കാണ്. ആൾക്കാരൊക്കെ നന്നായി വെള്ളത്തിലിറങ്ങി കുളിക്കുന്നുണ്ട്. അതിന് മാത്രമുള്ള മനസ്സിലായിട്ട് ഞങ്ങൾ നൈസായിട്ട് കടലിലെ കരയിൽ നിന്നിട്ട് ഐസ്ക്രീം തിന്നോണ്ടിരിക്കുകയാണ്. ഇതെവിടെ ഐസ്ക്രീം, ഇതെവിടെ ഐസ്ക്രീം, ഇതെവിടെ ഐസ്ക്രീം. ഇവിടെ ഒരുത്തൻ്റെ മേലെ മാംഗോ പറയത്രേ. ഐസ്ക്രീമൊക്കെ കഴിച്ച് നമ്മൾ നേരെ ലൈറ്റ് ഹൗസ് കാണാത്ത സങ്കടം മാറാനായിട്ട് എൻ്റെ ഓപ്പോസിറ്റ് ഞാൻ നേരത്തെ കാണിച്ചില്ലേ നിങ്ങൾക്ക്, ഒരു ദ്വീപ് പോലൊരു സ്ഥലം, അതിൻ്റെ മുകളിൽ വന്നിരിക്കുക കേട്ടോ. അവിടെ നിന്ന് കാണുന്ന വ്യൂ ആണ് ഇതേ കാണുന്നത്. നമുക്ക് ലോങ്ങിൽ നമ്മുടെ ലൈറ്റ് ഹൗസും കാണാം കേട്ടോ. അവിടെ നിന്ന് നമുക്ക് മുകളിൽ കയറിക്കഴിഞ്ഞാൽ ഇതേ ഈ ബീച്ചിൽ ശരിക്കും ഈ പാറയുടെ മുകളിലേക്ക് നന്നായിട്ട് തിരകൾ വന്ന് അടിക്കുന്നൊരു വ്യൂ കാണാൻ പറ്റും. പിന്നെ സണ്ണ് ഭയങ്കര ക്ലോസ് ആയിട്ട് നിൽക്കുന്നില്ല, കുറച്ച് നമുക്ക് മുകളിലോട്ട് കയറണം. പക്ഷെ അവിടെ നിന്ന് കാണുന്നൊരു വ്യൂ ആണ് കേട്ടോ ഇത്. നല്ല അടിപൊളി വ്യൂ ആണ്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് നമുക്കിതേ ഈ ലൈറ്റ് ഹൗസിൻ്റെ വ്യൂവും കാണാം കേട്ടോ. ഇതേ അങ്ങനെ ബീച്ചും കണ്ടിട്ട് മഴ കാര്യമായി പെയ്യുന്നതിന് മുന്നേ ഓട്ടോയിലെത്താനുള്ള തിരക്കിലാണ്. അങ്ങനെ ഇതാണ് നമ്മുടെ ബീച്ചിലെ കാഴ്ചകൾ. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. അപ്പോഴും അങ്ങനെ ബീച്ചിനോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള യാത്ര തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ. ടൗണിൽ നല്ല തിരക്കുണ്ട്. രാവിലെ തൊട്ട് നമ്മൾ രഞ്ജിത്തേട്ടൻ്റെ കൂടെയാണ്. എന്തായാലും നമ്മുടെ ട്രിപ്പ് അടിപൊളിയായിരുന്നു. ചേട്ടനുള്ളതുകൊണ്ട് നമുക്ക് ആ ഏരിയ ഒക്കെ നല്ല അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. നമ്മൾ തനിച്ച് പോവുകയാണെങ്കിൽ ഇത്രയും ദൂരം നമുക്ക് പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. പിന്നെ നമ്മുടെ കയ്യിൽ വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ നടക്കും. നമ്മൾ ട്രെയിനിലാണല്ലോ ഇവിടെ വന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. എന്തായാലും നമ്മൾ സ്ഥലം മുഴുവൻ നല്ല അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്തു കേട്ടോ. നമ്മളിപ്പോൾ എവിടെ വന്നിരിക്കുന്നത്? കോഫി ഹൗസ് തിരുവനന്തപുരം തമ്പാനൂരിലുള്ള ഇന്ത്യൻ കോഫി ഹൗസ്. ഇടയിലുള്ള നമ്മുടെ റൗണ്ട് ഷേപ്പിലുള്ള ഇന്ത്യൻ കോഫി. ബീഫ് വന്നിട്ടുണ്ട്, ചിക്കൻ വന്നിട്ടുണ്ട്. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മൾ കോഫി ഹൗസും ഭക്ഷണം കഴിച്ച് വയറ് നിറഞ്ഞു.
ട്രെയിൻ 8:30-ക്കാണ്. ഇപ്പോൾ 7:45 ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് നോക്കുവാണ്. അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരത്തിനോട് യാത്ര പറയുകയാണ് ഗൈസ്. ഇനി നാളെ ഞങ്ങൾ എറണാകുളം എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും. गाड़ी नंबर 16730 पुनलूर से नागरकोइल तिरुनेलवेली होकर मदुरई तक जाने वाली पुनलूर കയറിയാലും ചോർന്ന അങ്ങനെ നമ്മൾ ട്രെയിനിലൊക്കെ കയറി നമ്മുടെ സീറ്റൊക്കെ കണ്ടുപിടിച്ച് സെറ്റായിട്ടോ. ഈ യാത്ര ഇനി നേരെ എറണാകുളത്തേക്കാണ്. ഇനി ബാക്കി കാഴ്ചകൾ നമുക്ക് എറണാകുളത്ത് പോയിട്ട് കാണാം കേട്ടോ. നമ്മൾ അങ്ങനെ എറണാകുളം ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ സമയം ശിവ റൈറ്റ്. അപ്പോൾ ഇനി നമ്മുടെ ഡി ഹോട്ടൽസാണ് നമ്മൾ സ്റ്റേ എടുത്തിരിക്കുന്നത്. റൂമൊക്കെ നമ്മൾ അകത്ത് വന്നിട്ട് കാണിക്കാം കേട്ടോ. നമ്മുടെ ഡി ഹോട്ടൽസിൻ്റെ റൂമിലേക്ക് അപ്പോൾ അതിലാ നേരത്തെ എൻ്റർ ചെയ്തിരിക്കുകയാണ് ഗൈസ്. ഇതാണ് നമ്മുടെ റൂമിൻ്റെ എൻട്രൻസ് കേട്ടോ. റൂം അടിപൊളി റൂമാണ്. ഒരു നല്ല കോസി ബെഡും നമുക്കൊരു ടർക്കിയൊക്കെ തന്നിട്ടുണ്ട്. നല്ല അടിപൊളി സപ്പോർട്ടുണ്ട്. നല്ലൊരു യുണീക്ക് തീമായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. നമ്മുടെ ബാത്റൂം ഇങ്ങനെ വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമുക്ക് ചെറിയൊരു ബാൽക്കണിയുടെ സ്പേസ് ഉണ്ട്. ഉണ്ടോ?